നമസ്കാരം. നമസ്തേ. യുദ്ധം അമേരിക്ക അടിച്ചേൽപ്പിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം. ട്രംപാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വില്ലനെന്നും അതേപോലെ ഇസ്രയേലാണ് അവരുപയോഗിക്കുന്നതെന്നും ഈ ലോക രാജ്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർ നടത്തുന്ന യുദ്ധത്തിനനുസരിച്ച് മറ്റു രാജ്യങ്ങളെ ക്രമീകരിച്ച് അവരിലേക്ക് എത്തിക്കുക എന്നുള്ള തന്ത്രമാണ് ചെയ്യുന്നത്. ഇതിലൂടെ ലോകം വലിയ ഭീഷണിയിലാണ്. ഈ സന്ദർഭത്തിൽ അമേരിക്കയിലടക്കം വൻ യുദ്ധ റാലികൾ ട്രംപിനെതിരെ നടക്കുന്നു, യൂറോപ്പിൽ നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് സത്യമാണ്. അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങൾ വളരെ സജീവമായിരിക്കുകയാണ്. യുദ്ധവിരുദ്ധ റാലികൾ ന്യൂയോർക്ക്, വാഷിങ്ടൺ DC, ലോസ് ആഞ്ചലസ് എന്നീ അമേരിക്കൻ നഗരങ്ങളിൽ വലിയ യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതായിട്ടാണ് വാർത്തകളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ യൂറോപ്പിലും പല ഭാഗത്തും യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങൾ, ഈ വലിയ യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങൾ പലയിടത്തും സംഘടിപ്പിച്ചതായിട്ട് വാർത്തകളുണ്ട്. ഇത് അമേരിക്കയിലെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധമല്ല ഇത് ട്രംപിന്റെ യുദ്ധമാണ് എന്ന് അഭിപ്രായമുള്ള വലിയ വിഭാഗം ആൾക്കാരുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ യുദ്ധത്തിന് യഥാർത്ഥത്തിൽ അമേരിക്കൻ കോൺഗ്രസ് അംഗീകാരം കൊടുത്തിട്ടില്ല. ഇത് ട്രംപ് പ്രസിഡന്റ് എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച ഒരു യുദ്ധമാണിത്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധാർമ്മികവും അല്ലെങ്കിൽ നിയമപരവുമായിട്ടുള്ള പരിമിതികൾ ട്രംപിനുണ്ടാകും എന്നാണ് ചില നിരീക്ഷകരൊക്കെ കരുതുന്നത്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു ചർച്ചകളിലൊക്കെ ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അമേരിക്ക പല യുദ്ധങ്ങളും, ഉദാഹരണത്തിന് കുവൈറ്റ് ഇറാഖ് ആക്രമിച്ച് പിടിച്ചെടുത്തപ്പോൾ അന്ന് ഇറാഖിനെ പുറത്താക്കാനായിട്ട് തുടങ്ങിയ ഇറാഖ് യുദ്ധം, ആ യുദ്ധം ഗൾഫ് ഫണ്ട് ചെയ്തിരുന്നു. ഗൾഫാണ് ആ യുദ്ധത്തിന്റെ ഫണ്ടിങ് നടത്തിയത്. ഇപ്പം വെനിസ്വേലയിൽ അമേരിക്ക ഇറങ്ങി യുദ്ധം നടത്തിയെല്ലാം വിജയിച്ചപ്പോൾ അമേരിക്കയ്ക്ക് അതിൽ നിന്നൊരു ട്രോഫി ഉണ്ട്. ആ ട്രോഫി എന്ന് പറയുന്നത് വെനിസ്വേലയുടെ മുഴുവൻ എണ്ണ സമ്പത്തും അമേരിക്കയുടെ നിയന്ത്രണത്തിലായി. പക്ഷെ ഇറാൻ യുദ്ധത്തിൽ ഈ പറയുന്ന റിവാർഡുകൾ ഒന്നുമില്ല. ഈ യുദ്ധം നടത്തുന്നത് അമേരിക്ക സ്വന്തം പോക്കറ്റിലെ കാശ് കൊണ്ടാണ്. അമേരിക്കയിലെ സാധാരണ നികുതിദായകന്റെ പണം എടുത്തിട്ടാണ്. ഗൾഫ് പണം കൊടുക്കുമോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. രണ്ടാമത്തെ വിഷയം, ഇത് വലിയ രീതിയിൽ എണ്ണയുടെ വിലക്കയറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു സംഭവമല്ല. ഇത് കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഈ യുദ്ധം എത്ര നാളേക്ക് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകണം, അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവിടെയാണ് അമേരിക്കയുടെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങളുടെ പ്രസക്തി. കാരണം ഇത് അമേരിക്കയുടെ സമ്പദ്ഘടനയെ ബാധിക്കുകയും അമേരിക്കയിലെ വിലക്കയറ്റത്തിലേക്ക് വരികയും അമേരിക്കയിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ ബോഡി ബാഗുകൾ അമേരിക്കയിലേക്ക് എത്തുകയും, അതൊക്കെ ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ കുറച്ചൊക്കെ വിലക്കയറ്റമൊക്കെ അവരെല്ലാവരും സഹിക്കും. പക്ഷെ ഒരു നിർണായകമായ നിലയിലേക്ക് എത്തിയാൽ അമേരിക്കൻ ജനത ട്രംപിന്റെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തും. അപ്പൊ ഇപ്പോ അവിടെ പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് മുഖ്യമായിട്ടും അമേരിക്കയിലെ ഇടത് സംഘടനകൾ, അമേരിക്കയിലെ ഇസ്ലാമിക സംഘടനകൾ, അമേരിക്കയിലെ ലിബറൽ ഗ്രൂപ്പുകൾ, ഇങ്ങനെ 2-3 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോ അവര് ആണ് ഈ ഒരു പ്രക്ഷോഭത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇതുവരെ അമേരിക്കയിലെ വെള്ളക്കാരുടേതായിട്ടുള്ള ഒരു സംഘടനയും ഈ യുദ്ധത്തിനെതിരായിട്ട് ഒരു പ്രക്ഷോഭവുമായിട്ട് വന്നിട്ടില്ല. അത് ഇതിന്റെ പ്രക്ഷോഭങ്ങളുടെ ഒരു പരിമിതിയാണ്. അപ്പോൾ അമേരിക്ക ഒരു ബഹുസ്വരതയുള്ള സമൂഹമാണ്. കാരണം അവിടെ വലിയ രീതിയിൽ വിദേശത്തു നിന്ന് വന്ന ആൾക്കാർ താമസിക്കുന്നുണ്ട്. പക്ഷെ തദ്ദേശീയരായ ആൾക്കാർക്കാണ് എല്ലാത്തിലും മേൽക്കൈ. ഇതൊക്കെ നമ്മൾ അമേരിക്കയുടെ ബഹുസ്വരതയെക്കുറിച്ച് പറയുമ്പോഴും അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണം വെള്ളക്കാരുടെ കയ്യിൽ തന്നെയാണ്. കൊക്കേഷ്യൻസ് എന്ന് പറയുന്ന അമേരിക്കക്കാരുടെ കയ്യിൽ തന്നെയാണ്. അല്ലാത്തവരൊക്കെ അവര് ചില സാധനങ്ങളിലൊക്കെ കൊണ്ട് വെക്കും.
പക്ഷേ അതൊക്കെ അവിടെ അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമാണ്. അതിനപ്പുറത്തോട്ട് അതിൽ കഥയൊന്നുമില്ല. അപ്പൊ ഈ യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ അവിടെ നടക്കുമ്പോൾ അതിന് മറ്റൊരു പരിമിതിയും കൂടെ ഉണ്ട്. ഞാൻ ആദ്യം അതിന്റെ ഒരു പൊട്ടൻഷ്യലാണ് പറഞ്ഞത്. ഇനി രണ്ടാമത് അതിന്റെ പരിമിതി പറയുമ്പോൾ ഇറാൻകാർ നല്ല രീതിയിൽ അമേരിക്കയിൽ താമസിക്കുന്നുണ്ട്, ഇറാനിൽ നിന്നുള്ള കുടിയേറ്റക്കാർ. പക്ഷേ ദൗർഭാഗ്യവശാൽ അവര് ഈ വിഷയത്തിൽ രണ്ട് തട്ടിലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഖമനേയിയുടെ മരണം അറിഞ്ഞപ്പോൾ അവിടെ ചില ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു പല സ്ഥലത്തും. ഇപ്പൊ ഇറാനിൽ ഒരു വിഭാഗം അവിടുത്തെ പ്രക്ഷോഭകാരികളുടെയും ഇറാനിലെ പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ഒപ്പം നമ്മൾ ഈ ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിലും CNN ഒക്കെ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ഇറാൻ വംശജരായിട്ടുള്ളവർ പരസ്യമായിട്ട് ഈ യുദ്ധത്തിനെ അനുകൂലിച്ച ചർച്ചകൾക്കിടയിൽ അവരെ അനുകൂലിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു എന്താണ് അവരുടെ ഇടയിലുള്ള ഒരു അനൈക്യമാണ് അത്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ ഐക്യമില്ലായ്മയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കരുത്ത്. അമേരിക്ക ഈ തദ്ദേശീയമായി ഉയരുന്ന ഇറാനിലെ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ഉള്ളിലുള്ള ഈ പ്രക്ഷോഭങ്ങളെ അമേരിക്ക നേരിടുന്നത് ഈ ഇറാൻകാരെ തന്നെ ഉപയോഗിച്ചായിരിക്കും. അല്ലെങ്കിൽ മറ്റ് അറബ് വംശജർ അമേരിക്കയിൽ താമസിക്കുന്നുണ്ട്, അവരെ ഉപയോഗിച്ച് ഈ പ്രക്ഷോഭകാരികളെ അമേരിക്ക നേരിടും. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് എനിക്കിതിൽ തോന്നുന്നത് ഈ യുദ്ധത്തിൽ അറബ് വംശജരായ അമേരിക്കയിലും യൂറോപ്പിലും, ഇപ്പം ഉദാഹരണത്തിന് ഫ്രാൻസില് വലിയ രീതിയിൽ മൊറോക്കൻസും നോർത്ത് ആഫ്രിക്കൻസായ അറബി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ നിലപാടുകൾ ഐക്യമുണ്ടായാൽ, ഇവർ ഒറ്റക്കെട്ടായിട്ട് ഈ യുദ്ധത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ അതിനോടുള്ള പ്രതിഷേധം വന്നാൽ തീർച്ചയായിട്ടും യൂറോപ്പിലെ പല സർക്കാരുകളും അല്ലെങ്കിൽ അമേരിക്കയും അത് കണക്കിലെടുക്കും. അതുകൊണ്ട് യുദ്ധം നിർത്തുമോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അത് അവർ ഗൗരവമായിട്ട് പരിഗണിക്കും. പക്ഷെ ഈ അഭിപ്രായ ഐക്യമില്ലാതെ ആയാൽ സ്വാഭാവികമായിട്ടും അവര് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ഈ ഒരു പ്രത്യേക അവസ്ഥ അമേരിക്കയിലുണ്ട്. അപ്പോൾ അമേരിക്ക മുഖ്യമായിട്ടും ചെയ്യാൻ പോകുന്നത് ഈ ഇറാൻകാരായിട്ടുള്ള യുദ്ധവിരുദ്ധരെ നേരിടാൻ ഇറാൻകാരായിട്ടുള്ള ഖമനയി വിരുദ്ധരെ ഇറാനിലെ ജനാധിപത്യവാദികൾ ആയിട്ടുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിച്ച് അവരെ കൊണ്ട് മറ്റവരെ നേരിടും. നമ്മൾ ഈ യുദ്ധം നോക്കിയാൽ തന്നെ അറിയാം, അമേരിക്ക വർഷങ്ങളായിട്ട് ഇറാനിൽ പ്രക്ഷോഭത്തിന് സഹായം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രക്ഷോഭകാരികൾക്ക് സഹായം, ഞാൻ അതിലെ ശരി തെറ്റൊന്നുമല്ല പറയുന്നത്, ഞാൻ അതിലെ ആ വസ്തുത പറയുന്നു എന്നുള്ളത്. അപ്പോൾ ഈ പ്രക്ഷോഭകാരികൾക്ക് പല രീതിയിലുള്ള ധനപരമായിട്ടും ആയുധപരമായിട്ടും ഒക്കെ, ഇപ്പൊ കർദുകളെ അമേരിക്ക അവർക്ക് ആയുധം കൊടുത്ത് കർദുകളെ കൊണ്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിനെതിരെയുള്ള പോരാട്ടം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഈ അനൈക്യം നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാഭാവികമായിട്ടും ഈ യുദ്ധവിരുദ്ധ മൂവ്മെന്റുകൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ വയ്യ. പിന്നെ ലിബറലുകളെ സംബന്ധിച്ച് ഒരു പരിമിതി ഉള്ളത്, ഇത് അമേരിക്കൻ ഭരണകൂടം ഇതിനെ ജനാധിപത്യ ഏകാധിപത്യവും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ട് ചിത്രീകരിക്കും. അതായത് ഖമനയിമാരെ അയത്തുള്ളമാരെ ഏകാധിപതികളായിട്ടും പിന്നെ പ്രക്ഷോഭകാരികളെ ജനാധിപത്യവാദികളുമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രൊപ്പഗണ്ട നടത്തും. ആ പ്രൊപ്പഗണ്ടയെ നേരിടാൻ ഇന്ന് റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് അമേരിക്കയ്ക്ക് ഈ പ്രൊപ്പഗണ്ട യുദ്ധത്തിൽ, അതിന് ഇംഗ്ലീഷിൽ പറയും പെർസെപ്ഷൻ വാർ എന്ന് പറയും. യുദ്ധങ്ങൾ പലതരത്തിലാണ്. യുദ്ധം താഴെ ഗ്രൗണ്ടിൽ ഇറങ്ങി പോരാടുന്നുണ്ട്, മാധ്യമങ്ങൾ വഴി പോരാടുന്നുണ്ട്, സമൂഹ മാധ്യമങ്ങൾ വഴി പോരാടും, അഭിപ്രായ രൂപീകരണം വഴി ആ യുദ്ധം നടത്തും. ഈ അഭിപ്രായ രൂപീകരണം പോളിസികളെ സ്വാധീനിച്ചിട്ട് സർക്കാരുകളെ യുദ്ധത്തിൽ നിന്നും മുന്നോട്ടോ പിന്നോട്ടോ കൊണ്ടുപോകാം. ആ ഒരു പിന്നെ തന്ത്രമാണ് ഇപ്പോൾ അമേരിക്കയിൽ ഇരുഭാഗവും പയറ്റുന്നത്. ഖമനയെയും അതുപോലെ ഇറാന്റെ പിന്നെ ദേശീയവാദികളായിട്ടുള്ള ആൾക്കാർ, ദേശീയവാദികളെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല, ഇറാനിലെ ഒരു വിഭാഗം ആൾക്കാര്, ഇറാനിലെ ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ ഈ യുദ്ധത്തിനെ എതിർത്തുകൊണ്ട് അവിടെ തെരുവുകളിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുന്നു. നാളെ വരും ദിനങ്ങളിൽ എത്രത്തോളം അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അമേരിക്കൻ സർക്കാരിനെ നമുക്ക് യുദ്ധത്തിൽ നിന്നും പിന്നോട്ട് വലിക്കാനുള്ള ഒരു സാഹചര്യം. പക്ഷെ നാളെ യുദ്ധവിരുദ്ധ പ്രക്ഷോഭത്തിന് ആള് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നാലോ? എന്ത് തോന്നുന്നു അങ്ങേക്ക്? അതാണ് എൻ്റെ ഇതിനകത്തിലെ ഒരു വിഷയം. അല്ല, അത് ബാധിക്കുമല്ലോ സ്വാഭാവികമായിട്ടും.
പിന്നെ ഈ യുദ്ധവിരുദ്ധത്തിന് ഒരു ആളിറങ്ങുന്നില്ല, അത് പരാജയപ്പെടുമല്ലോ. അതെ. പിന്നെ ഇവിടെ അമേരിക്കയുടെ എപ്പോഴും ഉള്ള ഒരു തന്ത്രം, അമേരിക്ക സുഹൃത്തുക്കളെ മാത്രമല്ല ശത്രുക്കളെയും അമേരിക്ക തന്നെ സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ ഞാൻ അതിന്റെ ഒരു തന്ത്രം പറയാം. അതായത് എൻ്റെ നേരെ വലിയ കരുത്തനായ ഒരു ശത്രു വരും. ആ ശത്രുവിനെ കൊണ്ട് എനിക്ക് പല പല മേഖലകളിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നിരിക്കട്ടെ. അയാള് വിശ്വാസ്യതയുള്ള ആളാണ്, അയാള് തന്ത്രശാലിയാണ്, അയാൾക്ക് ധനശേഷിയുണ്ട്, അയാൾക്ക് ആയുധശേഷിയുണ്ട്. അപ്പോൾ ഞാൻ അയാളുമായിട്ടുള്ള പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇയാളെ പോലെ അത്ര ശേഷിയില്ലാത്ത ഒന്ന് രണ്ട് ചെറിയ ശത്രുക്കളെ ഞാൻ തന്നെ സൃഷ്ടിച്ചിട്ട് ഇയാളെക്കാൾ ശക്തമായിട്ട് എനിക്കെതിരെ ഇയാൾ എന്നെ എടാന്ന് വിളിക്കുകയാണെങ്കിൽ മറ്റവർ എന്നെ തെറി വിളിക്കുന്നു. അങ്ങനെയുള്ള ഒരു വലിയ പോരാട്ടം അവർ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ എനിക്കെതിരായുള്ള പോരാട്ടത്തിന്റെ നിയന്ത്രണം ഈ ചെറിയ ശത്രുക്കളിലേക്ക് പോകും. കാരണം അവരാണ് കൂടുതൽ വോക്കൽ, അവരാണ് കൂടുതൽ ഉച്ചത്തിൽ തെറി വിളിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പോരാട്ടത്തെ ഞാൻ തന്നെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഈ ചെറിയ ശത്രുക്കൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് എനിക്കെതിരായുള്ള പോരാട്ടത്തിൽ നിന്ന് പുറകോട്ട് പോകും. അല്ലെങ്കിൽ ഈ ചെറിയ ശത്രുക്കളെ എൻ്റെ വലിയ ശത്രു സമീപിക്കുകയും എൻ്റെ വലിയ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ ചെറിയ ശത്രുക്കൾ മനസ്സിലാക്കുകയും അത് എനിക്ക് രഹസ്യമായിട്ട് തരികയും ചെയ്യും. ഇപ്പം ഈ യുദ്ധം നോക്കിയേ, ഇന്റലിജൻസും യുദ്ധത്തിന് ഇപ്പം എങ്ങനെയാണ് ഇറാനിലെ ഖമനേയിയുടെ താവളം അമേരിക്ക കണ്ടുപിടിച്ചത്? ആ താവളം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലാൻ പറ്റൂ. ഗ്രൗണ്ട് യുദ്ധത്തിലൂടെ ടെഹ്റാൻ കീഴടക്കിയിട്ടല്ലല്ലോ. അപ്പം ഇന്റലിജൻസ് നെറ്റ്വർക്ക്, ആ ഇന്റലിജൻസ് നെറ്റ്വർക്കിലൂടെയാണ് അമേരിക്കയും ഇസ്രായേലും ഹെസ്ബള്ളക്കെതിരായിട്ടാണേലും ഹമാസിനെതിരായിട്ടാണെങ്കിലും ഇറാനെതിരായിട്ടാണേലും അവർ പോരടിക്കുന്നത്. ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, അവരുടെ രഹസ്യ പോലീസിൻ്റെയും ആ നെറ്റ്വർക്കിൻ്റെയും സഹായത്തോടു കൂടി പലയിടത്തും നുഴഞ്ഞു കയറി പല യുദ്ധം ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും യുദ്ധം തുടങ്ങി, തന്ത്രങ്ങൾ കൊണ്ട് യുദ്ധം തുടങ്ങി, എതിരാളികളെ കീഴടക്കി. ഇത് രാഷ്ട്രീയത്തിലുമൊക്കെ ഇന്ന് ഇത് തന്നെയാണ് നടക്കുന്നത്. രാഷ്ട്രീയത്തിലും ഇത് തന്നെയാണ്. കാരണം എനിക്കെതിരെയുള്ള ശത്രുവിനെ ഞാൻ തന്നെ തയ്യാറാക്കി നിർത്തണം. അല്ലാതെ എൻ്റെ ശത്രു സ്വന്തമായി തീരുമാനം എടുക്കുന്ന ആളാവരുത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സർവ്വ തെറ്റുകൾക്കെതിരെ എൻ്റെ ശത്രു ആഞ്ഞടിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയിൽ നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങൾ, അവയുടെ പരിമിതി അവയ്ക്കുണ്ട്. അതേസമയം ഒറ്റക്കെട്ടായിട്ട് ഇറാൻകാർ അല്ലെങ്കിൽ അറബികൾ പാശ്ചാത്യ ലോകത്ത് ഇത്തരമൊരു പ്രക്ഷോഭം നടത്തിയാൽ തീർച്ചയായിട്ടും അവർക്ക് പോളിസികളെ സ്വാധീനിക്കാൻ കഴിയും. ഇതാണ് ഇസ്രായേലിൽ എത്രമാത്രം ഈ യുദ്ധവിരുദ്ധ റാലികൾ നടക്കുന്നുണ്ട്? അവിടെ എത്രമാത്രം ഗവൺമെന്റ് എതിർപ്പുണ്ട്? ഇസ്രായേലിലെ പ്രതിപക്ഷ നേതാവ് ഈ കുറച്ച് ദിവസത്തിന് മുമ്പ് നമ്മുടെ എനിക്ക് തോന്നുന്നു ഇന്ത്യ ടുഡേ ചാനലിലാണ് രാജ്ദീപ് സർദേശായി ആയിട്ട് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം കടുത്ത യുദ്ധ അനുകൂലിയാണ്, ഇസ്രായേൽ പ്രതിപക്ഷം. അപ്പൊ ഇസ്രായേൽ പറയുന്നത് ഇത് ഇസ്രായേലിന്റെ യുദ്ധമാണെന്നുള്ളതാണ്, അല്ലാതെ ഇത് നെതന്യാഹുവിന്റെ യുദ്ധമല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയമാണത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അവിടെ ഒറ്റക്കെട്ടാണ്. അവർക്ക് ഇറാനിൽ രണ്ട് പക്ഷമുണ്ട്, പക്ഷെ ഇസ്രായേൽ രണ്ട് പക്ഷമില്ല. ഇസ്രായേല് ഈ വിഷയങ്ങളിലൊക്കെ യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ ജനത ഒറ്റക്കെട്ടാണ്. എനിക്ക് തോന്നുന്നു അവരുടെ വിജയം അതാണ്. പണ്ട് ഇത് ഒരു ചെറിയ കഥ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഇതങ്ങ് അവസാനിപ്പിക്കാം, ഒരുപക്ഷെ സമയം. പണ്ട് രാവണനെ ശ്രീരാമൻ കൊന്നപ്പോ രാവണൻ പറഞ്ഞു, എല്ലാ രീതിയിലും അങ്ങേക്കാൾ ശക്തൻ ഞാനാണ്, പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം അങ്ങ് എൻ്റെ മുകളിലാണ്. കാരണം അങ്ങയുടെ സഹോദരന്മാരെല്ലാം അങ്ങയുടെ കൂടെ ഉണ്ട്, എൻ്റെ സഹോദരന്മാര് അങ്ങനെ എൻ്റെ കൂടെ ഇല്ല. അതാണ് അങ്ങയുടെ വിജയം എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പോ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് പ്രേക്ഷകരെ സമീപിക്കാം. ഓക്കെ, താങ്ക് യു.